നമ്മുടെ ഇന്ത്യൻ കൊടിയെക്കുറിച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു മുസ്ലിം ബാലനുമായി സംസാരിച്ച വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതോടൊപ്പം ഒരു മുസ്ലിം മതേതരവാദിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്നൊക്കെ എടുത്തു പറയുന്നത്? എങ്ങനെയാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരുപാട് പേരും റേസ് ചെയ്തു. എന്തുകൊണ്ടൊരു മുസ്ലിം പയ്യൻ ഫോൺ വിളിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരാൾ വിളിക്കുമ്പം ഒരു ഹിന്ദു വിളിക്കുന്നു എന്നോ ഹിന്ദുത്വവാദി വിളിക്കുന്നു എന്നോ പറയുന്നു, ഒരു ക്രിസ്ത്യനോട് സംസാരിച്ചു എന്ന് എടുത്തു പറയുന്നു. നമ്മളെല്ലാം മനുഷ്യർ മാത്രമല്ലേ? മനുഷ്യർ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ? പറഞ്ഞിരിക്കേണ്ട കാര്യം ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ട്. ഇടതുപക്ഷക്കാർ ഈ സ്വത്വം ഐഡന്റിറ്റി വേണ്ട, നമ്മളെല്ലാം മനുഷ്യരാണ്, വിശ്വമാനവികരാണ് എന്ന് പറയുന്നു ആക്കാനാണ്. ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റാണ്. ഐഡന്റിറ്റീസ്, സോഷ്യൽ ഐഡന്റിറ്റീസ്, സാമൂഹികവും മതപരവും ഭാഷാപരവും പ്രദേശപരവുമായിട്ടൊക്കെയുള്ള ഐഡന്റിറ്റീസ്. ഞാൻ മലയാളിയാണ്, ഹിന്ദുവാണ്, ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ ദളിതനാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ്, നായരാണ്, ഈഴവനാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിലെ മുസ്ലിങ്ങളുടെ അവാന്തര വിഭാഗങ്ങളാണ്, സൗത്ത് ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യക്കാരനാണ്, നോർത്ത് ഈസ്റ്റുകാരനാണ്. ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. കാര്യം അങ്ങനെ പറഞ്ഞാലേ നമുക്ക് ഒന്നിപ്പിക്കാൻ പറ്റൂ. നിങ്ങൾ ഇടതുപക്ഷക്കാർ പലപ്പോഴും ഈ നമ്മുടെ ഇന്ത്യൻ പതാകയെക്കുറിച്ച് ഇത് മതേതരത്വത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ കൊടിയാണെന്ന് പറയുന്നുണ്ട്. പറഞ്ഞോളൂ, ഒരു പ്രശ്നവുമില്ല. വലതുപക്ഷത്തെ ആൾക്കാർ ഇത് പറയുന്നുണ്ട്. എന്നോട് തന്നെ ചില ബി ജെ പിയിലെ ആൾക്കാർ പറയാറുണ്ട്, എപ്പോഴും ഇങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയണ്ട, നമ്മളിത് നമ്മുടെ രാജ്യത്തിന്റെ കൊടിയാന്ന് പറഞ്ഞാൽ മതി. കോൺഗ്രസിലെ ആൾക്കാർ പറയാറുണ്ട്, മഹാത്മാഗാന്ധി പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്ന സത്യമാണ്, ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മൾ മതം പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം മതേതരവാദത്തോട് നമ്മുടെ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഒരു വിയോജിപ്പുമില്ല. അതായത് തീവ്ര ഹിന്ദുത്വവാദികൾ ഇത് മതേതരത്വത്തിന്റെ കൊടിയാണ്, ഭാരതീയതയുടെ കൊടിയാണ്, ഭാരതാംബയുടെ കൊടിയാണെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയും അവർക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ബജറംഗിക്കും മുന്നയ്ക്കും ഉള്ളതുപോലെ ഈ പച്ചയോടാണ് ദേഷ്യം. നോർത്ത് ഇന്ത്യയിൽ ഈ വെള്ളയോടാണ് ദേഷ്യം, ക്രിസ്ത്യാനികളോടാണ് ദേഷ്യം. അതുകൊണ്ടാണ് ചില സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് തിരുവസ്ത്രം ഇട്ട് പോലും പള്ളിയിലച്ചന്മാർക്കും കന്യാസ്ത്രീകൾക്കും നടക്കാൻ പറ്റാത്തത്. യഥാർത്ഥത്തിൽ ഈ വെള്ളയോടും പച്ചയോടും ദേഷ്യം വളരുന്ന കാലഘട്ടത്തിൽ അങ്ങനെയല്ല, ഇത് മൂന്നും കൂടി ചേർന്നതാണ് നമ്മുടെ രാജ്യമെന്ന് പറയാൻ ഈ കൊടിയേക്കാൾ വലിയൊരു സിമ്പിൾ ഇല്ല. അങ്ങനെ മതേതരവാദിയായ ഒരു മുസ്ലിം സഹോദരനോട് എന്തിനാണ് മനുഷ്യൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ എന്ന മുസ്ലിം സഹോദരനോടുള്ള ഒരു കോൺവെർസേഷനാണ്. അത് കേൾക്കേണ്ട രസമുള്ളൊരു കാര്യമാണ്. അദ്ദേഹം ഉദ്ദേശശുദ്ധിയോടെയാണ് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മതേതരവാദി അല്ല, ഞാനൊരു മതസൗഹാർദ്ദവാദിയാണ്, ബഹുസ്വരവാദിയാണ്. വീഡിയോ ജസ്റ്റ് ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. അതിലൊരു കുട്ടി ഒരു പതാകയുടെ ഇന്ത്യൻ പതാകയുടെ കാര്യം വിളിച്ച് ചോദിച്ചു എന്നുള്ളൊരു. പക്ഷെ അതില് സാർ ഉപയോഗിച്ച ഒരു കാര്യം ഞാൻ എന്താ വിമർശിച്ച് പറയുന്നതല്ല, പൊതുവെ നമ്മുടെ നാട്ടില് യൂസ് ചെയ്യുന്ന ഒരു വേർഡ്, ഒരു കുട്ടി വിളിച്ചപ്പം അതൊരു മുസ്ലിം കുട്ടി എന്ന് പ്രത്യേകം പറയുകയുണ്ടായി. അപ്പൊ ഒരു സ്ത്രീ ആണെങ്കിൽ തന്നെ ഒരു മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളി, ഇങ്ങനെ പ്രത്യേകമായിട്ട് നമ്മൾ ആ ഒരു റിലീജിയൻ എടുത്ത് കാണിക്കുന്ന ഒരു സംഭവം നമ്മൾ പൊതുവേ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും സാർ ഒരു കുട്ടി വിളിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിലീജിയൻ എടുത്ത് പറയുന്നത്? പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിവിടെ പോയി കഴിയുമ്പോൾ അവരുടെ മുസ്ലിം പള്ളിയുടെ പിന്നിലും ഉണ്ടെന്ന് പറയും. അപ്പൊ ഒരു ക്രൈസ്ത ചർച്ച് ആണെങ്കിൽ ഒരു അങ്ങനെ പറയില്ല, ഒരു അമ്പലമാണെങ്കിൽ അങ്ങനെ പറയണേ. ക്രിസ്ത്യൻ പള്ളി എന്നും മുസ്ലിം പള്ളി എന്നും പറയുന്നത് പള്ളി എന്ന വാക്ക് രണ്ടിനും ഉപയോഗിക്കുമല്ലോ. പക്ഷെ അങ്ങ് ചോദിച്ച ചോദ്യം കുറെ കൂടെ ഡീപ്പറാണ്. ഞാൻ താങ്കൾക്ക് കൺവിൻസ് ചെയ്യുന്ന ഒരു ഉത്തരം പറയാം. അതായത് നമ്മുടെ നാട്ടിൽ രണ്ട് തരത്തിലാണ് ആൾക്കാർ പൊതുവേ ഉള്ളത്. ഒന്നെങ്കിൽ മതേതരവാദികളാണ്. നമ്മുടെ CPM, CPI, കോൺഗ്രസ്, ആപ്പ്, ഇവരെല്ലാം മതേതരവാദി എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലാണ്. അതായത് മതം, സ്വത്വം, ഐഡന്റിറ്റി തുടങ്ങിയ കാര്യങ്ങൾ വേണ്ട, ഇതങ്ങനെ പറയാം, നമ്മളെല്ലാം മനുഷ്യര് മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ധാര. അത് നല്ലതാണ്, യാതൊരു പ്രശ്നവുമില്ല. ഇതാണ് ഒരു ധാര. മറുഭാഗത്ത് പലപ്പോഴും ഒരു വലതുപക്ഷമോ തീവ്ര വലതുപക്ഷമോ അതില് ഈ ജാതിയും മതവും സ്വത്വവും ഉണ്ട്. അവരിൽ ചിലർക്കാണ് ഈ ഇസ്ലാമോ ഫോബിയ ഉള്ളത്, മുസ്ലിം വിരോധം ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഛത്തീസ്ഗഡിലെ പോലെ ക്രിസ്ത്യൻ സ്ത്രീകളോട് കന്യാസ്ത്രീകളോട് വിരോധം ഉള്ളത്. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരു ലൈനാണ് മഹാത്മാഗാന്ധിയുടെ ലൈൻ. മഹാത്മാഗാന്ധി പറയുന്നത് ഹിന്ദുവും വേണം, മുസ്ലിമും വേണം, ക്രിസ്ത്യാനിയും വേണം. മതേതരത്വമല്ല, വർഗീയതയുമല്ല, ഇതിന്റെ രണ്ടും ഇടയ്ക്കുള്ള മതസൗഹാർദ്ദം. ഇപ്പൊ ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. അങ്ങ് ഈ കൊടിയുടെ കാര്യം കേട്ടില്ലേ? ഈ കൊടി ശരിക്കും മഹാത്മാഗാന്ധി എഴുതി വെച്ചിരിക്കുന്നത് മറ്റേ ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം എന്നാണ്. ഇത് ഒരു ചരിത്രപരമായ സത്യമാണ്, ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന സത്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടില് ഞാൻ അല്ലാതെ ആരെങ്കിലും പറയുന്നത് കണ്ടിട്ടുണ്ടോ?
താങ്കൾ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്കല്ല. കാരണം ഞാൻ ഈ ഒരു നമ്മളിങ്ങനെ ഒരു അഭിസംബോധന ചെയ്യുന്ന ഒരു അന്യത പോലെ അല്ലെങ്കിൽ നമ്മൾ മാറ്റി ഒരു സംഭവം ഉണ്ടല്ലോ. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായി നമ്മളങ്ങനെ വേർതിരിച്ച് കാണേണ്ടവരാണ്. നമ്മളെ ഐഡന്റിറ്റി ഞാൻ സെക്കൻഡ് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നത് മാത്രമേ താങ്കൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പൊ അത് താങ്കളെന്ന് മാത്രമല്ല, വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും, ഒരു മുസ്ലിം സ്ത്രീ ആയിരുന്നു ആ ഒരു സംഭവമായി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റ് നടക്കുമ്പോൾ അതിൽ വരുന്ന ഒരു വ്യക്തിയെ റിലീജിയൻ ബേസ് ചെയ്ത്, പ്രത്യേകിച്ച് മുസ്ലിം എന്നുള്ള ഒരു നാമം നമ്മൾ പ്രത്യേകമായിട്ട് വിളിക്കാറുണ്ട്. ഒരു ഹിന്ദു ആണെങ്കിൽ, ഒരു ക്രൈസ്തവനാണെങ്കിൽ നമ്മൾ പറയില്ല, ആ പേര് പോലും പറയില്ല, ആ ഒരു വ്യക്തിയെ മാത്രമേ പറയൂ. ഇവിടെ സാറിനെ വിളിച്ചൊരു മുസ്ലിം പയ്യനായതുകൊണ്ട് ഒരു മുസ്ലിം കുട്ടി വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ പൊതുസമൂഹത്തില് ഇത്തരം ഒരു മാറ്റി നിർത്തുന്ന ഒരു ചിന്ത, ഒരു ഫീല് ഈ ഒരു റിലീജിയനിൽപ്പെട്ട ആളുകൾക്ക് തോന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം. കൃത്യമായ ഉത്തരവാണ്. അതായത് അതുകൊണ്ട് എന്റെ അപ്രോച്ച് മതേതര അപ്രോച്ച് അല്ല. ഞാൻ പലപ്പോഴും എടുത്തു പറയാറുണ്ട്, ഞാനൊരു അങ്ങൊന്ന് കേട്ടാ അങ്ങ് കൺവിൻസ്ഡ് ആവും. അതാണ് ഞാൻ പല ആൾക്കാരും എന്നെ കുറിച്ച് പറയാറുണ്ട്, നിങ്ങൾ വളരെ മതേതരവാദിയാണ്. ഞാൻ അവരോട് പറയും, ഞാൻ മതേതരവാദി അല്ല. ഞാനൊരു ആര്യ ബ്രാഹ്മണ സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദമാണ് വേണ്ടത്. അതായത് ഹിന്ദു പ്ലസ് മുസ്ലിം പ്ലസ് ക്രിസ്ത്യൻ. ഞാൻ ഒരു വരി കൂടെ പറഞ്ഞ അങ്ങനെ കൺവിൻസ്. ഞാൻ പറയുന്നത്, നാളെ ഒരു ക്രിസ്ത്യൻ കുട്ടി വിളിച്ചാൽ ഞാൻ ആ ക്രിസ്ത്യൻ എന്ന് തന്നെ പറയും. നാളെ ഇപ്പൊ ഉദാഹരണം, എന്റെ മുമ്പത്തെ പല വീഡിയോസും ഉണ്ട്, അതിൽ ഞാനൊരു ഹിന്ദുത്വവാദിയെ ഹിന്ദുവിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു ഹിന്ദു ആള് വിളിച്ചു എന്ന ഐഡന്റിറ്റി എടുത്തു പറയുന്നതിന് ഒറ്റ വരി പറയാം. റീസൺ എന്താ അറിയാമോ? ഐഡന്റിറ്റി എടുത്തു പറഞ്ഞ് യോജിപ്പിച്ചാലേ നമ്മുടെ ആൾക്കാർ യോജിക്കൂ. മുസ്ലിം എന്ന് വിളിക്കുന്നത് സഹോദര ബോധത്തോടെ വിളിക്കുമ്പോഴേ അന്യതാബോധത്തോടെ വിളിക്കുന്നവരെ നമുക്ക് ജയിക്കാൻ പറ്റൂ. ക്രിസ്ത്യൻ എന്ന് വിളിക്കുന്നതിനെ സഹോദര അല്ലെങ്കിൽ സഹോദരി ബോധത്തോടെ വിളിച്ചാലേ അന്യതാബോധത്തോടു കൂടി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നവരെ നമുക്ക് ജയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഹിന്ദു ബോധത്തെ ഹിന്ദുക്കളെന്ന് വിളിക്കുന്നതിനെ ഹിന്ദു എന്ന് എടുത്തു പറഞ്ഞ് വിളിച്ചാലേ നമുക്ക് ഈ അന്യതാബോധം ജയിക്കാൻ പറ്റൂ. അങ്ങനെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. വെറും സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നതിനെക്കാട്ടിയാണോ മുസ്ലിം സഹോദരങ്ങൾ, ക്രിസ്ത്യൻ സഹോദരങ്ങൾ, ഹിന്ദു സഹോദരങ്ങൾ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴല്ലേ സാഹോദര്യം കൂടുന്നത്? അല്ല, തീർച്ചയായിട്ടും. ഇപ്പം സാർ ഇപ്പൊ ആ പേര് വിളിച്ചപ്പോ അത് വിളിച്ച് സംസാരിച്ച് മുസ്ലിം കുട്ടിയാണെന്ന് മനസ്സിലായി എന്നുള്ള സത്യം തന്നെ. പക്ഷെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, പൊതുവെ ഏതൊരു പൊതു വിഷയം വരുമ്പോഴും അതില് നമ്മളൊരു പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂനപക്ഷമായതുകൊണ്ടാകാം. കാരണം ഭൂരിപക്ഷമാകുമ്പം ആ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ളതാണ്. നമ്മൾ പൊതു വിഷയങ്ങളില് മറ്റു വിഷയങ്ങളിലൊക്കെ ഇത്തരം ഈ ഒരു റിലീജിയസിന്റെ ഒരു പേര് വിളിച്ച് സംബോധന ചെയ്യുമ്പോണ്ടാകുന്നതിന്റെ പിന്നിലെ ഒരു മറു ഇൻസൈറ്റ് തരട്ടെ, കൗതുകമുള്ള അങ്ങേക്ക് താല്പര്യം ഉണ്ടാവുന്ന ഒരു ഇൻസൈറ്റ് തരട്ടെ. നമ്മുടെ നാട്ടില് പലപ്പോഴും ഹിന്ദു പക്ഷത്ത് നിൽക്കുന്നവർ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വിരോധത്തിനും അന്യവൽക്കരിക്കാനും ലവ് ജിഹാദെന്നും ലാൻഡ് ജിഹാദെന്നും കള്ളം പറയാനുമാണ്. അപ്പം അതിനെ നമുക്ക് ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മതേതരത്വത്തിന്റെ പാതയിൽ ജയിക്കാൻ പറ്റില്ല. പകരം മതസൗഹാർദ്ദത്തിന്റെയും ഹിന്ദു മുസ്ലിം സഹോദരത്തിന്റെയും പാതയിൽ ജയിക്കണം. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ, നമ്മുടെ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് മതേതരത്വത്തോട് ഒരു വെറുപ്പുമില്ല. പകരം അവർക്ക് വെറുപ്പ് മുസ്ലിങ്ങളോടാണ്. നേരെ തിരിച്ച് സന്തോഷത്തോടെ പണ്ട് ഈ തീവ്ര, അതായത് GD സവർക്കർ എന്നൊരാളുണ്ട്, ഈ VD സവർക്കറിന്റെ ചേട്ടനാണ്, അവരുടെയൊക്കെ ലൈൻ പിന്തുടരുന്നവർ പറയുന്നത്, നീ മുസ്ലിം അല്ലെങ്കിൽ ഞാൻ ഹിന്ദു അല്ല എന്ന് പറയുന്ന ലൈനാണ്. അപ്പൊ അവർക്ക് യഥാർത്ഥത്തിൽ മതേതരം എന്ന ആശയത്തോട് ഒരു വിയോജിപ്പുമില്ല. അവരുടെ ബേസിക് വിയോജിപ്പ് മുസ്ലിം സ്വത്വത്തോടാണ്. ഞാൻ അതിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ആ കുട്ടിയോടും ചോദിക്കുന്നുണ്ട്, എമ്പുരാനിൽ പറയുന്നത് പോലെ എനിക്ക് പച്ച ഇഷ്ടമല്ല എന്നൊരുത്തൻ പറയുകയാണെങ്കിൽ കാവിയും വെള്ളയും പച്ചയും നമ്മുടെയാണ് എന്ന് എടുത്തു പറയണ്ടേ? തീർച്ചയായിട്ടും. അതാണ് എന്റെ പോയിന്റ്. അതൊരു ഗാന്ധിയൻ ലൈനാണ് കേട്ടോ. അതൊരു ഗാന്ധിയൻ ലൈനാണ്. സാറ് പറഞ്ഞെനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇനി വേറൊരു കാര്യം, ഇതുമായി ബന്ധപ്പെടാത്തൊരു കാര്യമാണ്. നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് നമ്മളെ മതസൗഹാർദ്ദം. ഈ മതസൗഹാർദ്ദം, എന്റെ അഭിപ്രായം ഞാൻ പറയാം സാർ, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് തികച്ചും ഒരു കാപട്യമാണ്. അത് വളരെ ഡേഞ്ചറാണ്. ഒരിക്കലും മതസൗഹാർദ്ദം ഒരിക്കലും സാധ്യമല്ല. അത് ഇവിടത്തെ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു വാക്ക് മാത്രമാണ്. എങ്ങനെ മതസൗഹാർദ്ദം? ഞാനൊരു മുസ്ലിമാണ്, ഞാൻ 5 നേരം പള്ളിയിൽ പോകുന്ന ആളാ. ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വറിനെ കാണുന്നു വഴിയിൽ വെച്ച്. ആ രാഹുൽ ഈശ്വർ, താങ്കൾ എങ്ങോട്ട്? ഞാനൊരു വഴി പോവാം. ഓക്കെ, ഇന്ന് നമുക്ക് കുറച്ച് മതസൗഹാർദ്ദമാകാം. താങ്കൾ എന്റെ കൂടെ ഇന്ന് പള്ളിയിലേക്ക് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരൂ, എന്റെ കൂടെ പള്ളിയിൽ വരൂ.
ഞാൻ താങ്കളെ കൂട്ടിക്കൊണ്ട് പോകുന്നു, നടക്കുന്ന കാര്യമാണോ? സാറ് എന്നെ കാണുന്ന വഴി വെച്ച് നിസാർ എങ്ങോട്ട് പോകുന്നു? ഞാൻ ഇങ്ങനെ വേറെ വഴി പോവാം. ഓക്കെ, ഞാൻ അമ്പലത്തിൽ പ്രത്യേക പൂജയുണ്ട്, നിസാറിന്റെ കൂടെ വാ, ആ പൂജയെ പങ്കെടുക്കൂ, നമ്മൾ ആ ഒരു മുണ്ടും നേരിയതൊക്കെ എടുത്തിട്ട് അവിടെ വന്നിട്ട് പൂജയൊക്കെ മണിയടിച്ച് നിങ്ങൾ അവിടെ എന്റെ കൂടെ നിൽക്കൂ, നമുക്ക് മതസൗഹാർദ്ദമാകാം. ഇത് നടക്കുന്ന കാര്യമാണ്. കംപ്ലീറ്റ് മതസൗഹാർദ്ദമല്ല സാർ മനുഷ്യന് വേണ്ടത്. ഞാനിത് എപ്പോഴും എന്റെ മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യമാണ്. മതസൗഹാർദ്ദമല്ല, മനുഷ്യ സൗഹാർദ്ദമാണ്. മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്. ഒരിക്കലും മതസൗഹാർദ്ദം എന്ന് പറയുന്ന കാര്യം ഇപ്പൊ ഇവിടെ ഞാൻ മലപ്പുറത്താണ്, പാണക്കാട്, തങ്ങളെ പോലുള്ള ആളുകൾക്ക് മതസൗഹാർദ്ദം പറയാറുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ അവരോടൊക്കെ ഒരു എന്താ പറയാ, ഒരു പുച്ഛമാണ്. കാരണം മതസൗഹാർദ്ദം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കൊരു റിലീജിയൻ, മുസ്ലിം റിലീജിയന് ഒരിക്കലും മതസൗഹാർദ്ദമല്ല വേണ്ടത്, മനുഷ്യ സൗഹാർദ്ദം വേണ്ടത്. മനുഷ്യ രക്തം ഒന്നാണെന്നാണ്, ജാതിയില്ല, മതമില്ല, മനുഷ്യ രക്തം ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പഠിച്ചാലെങ്കിൽ ഞാൻ മനസ്സിലാക്കി, ഞാൻ വിശ്വസിക്കുന്ന കാര്യം അതാ. താങ്കളുടെ മതം താങ്കളുടെ ഉള്ളിലാണ്. താങ്കളുടെ വിശ്വാസം ഒരിക്കലും ഹനിക്കാൻ പറ്റില്ല. താങ്കളെ ഒരിക്കലും എനിക്ക് പള്ളിയിൽ കൊണ്ടുപോയിട്ട് നിസ്കരിക്കാൻ കഴിയില്ല. അങ്ങനെ നിസ്കരിക്കുമ്പോൾ എന്റെ മതവിശ്വാസത്തിൽ ഞാൻ എന്ത് ചെയ്തു? കളങ്കം ചേർത്തി, കളങ്കം കൊണ്ടുവന്നു. എന്നെ താങ്കൾ കൊണ്ടുപോകുമ്പോൾ തിരിച്ചു അങ്ങനെ തന്നെ. അപ്പൊ ഒരിക്കലും മതസൗഹാർദ്ദം എന്ന വാക്ക് ശരിയല്ല എന്ന് താങ്കൾക്ക് എന്ത് കൃത്യമായിട്ട് മറുപടി. അതായത് അങ്ങ് അതൊരു ഇടതുപക്ഷ ചിന്താധാരയിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, വിശാല ഇടതുപക്ഷ ചിന്താധാരയിൽ അവർ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് മതസൗഹാർദ്ദമല്ല മനുഷ്യ സൗഹാർദ്ദമാണ് ഉണ്ടാകേണ്ടത്. ഏതെങ്കിലും പാർട്ടിയുടെ ബേസിൽ നിൽക്കുന്ന ആളാണോ? ഐ മീൻ CPM എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പാർട്ടിക്ക് വേണ്ടിയോ ഒരു കോവിഡ് വന്ന കാലഘട്ടം, ഇവിടെ കോവിഡ് വന്ന കാലം എന്റെ പ്രദേശത്ത് മൊത്തവും ഹരിജൻ കോളനിയാണ്. ഹിന്ദു സഹോദരങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത്. റമദാൻ മാസത്തിൽ വ്രതമെടുത്തുകൊണ്ട് ഞാൻ എന്റെ അന്ന് 8 വയസ്സ് 9 വയസ്സുള്ള മക്കളാണ്. അവരെയും കൊണ്ട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് അവർക്ക് വേണ്ട ഒരു നേരത്തെ ആഹാരം എത്തിക്കാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് വീടുകളിൽ, 1000ഓളം വീടുകളിൽ സ്വന്തം പ്രയത്നത്തിൽ കൊണ്ടുപോയ വ്യക്തിയാണ് ഞാൻ. അന്ന് ഇവിടുത്തെ സംഘടനകൾ, സാറ് പറയണം, അവിടെയാണ് മതസൗഹാർദ്ദത്തിന്റെ കാപ്പിട്ട് ഞാൻ അറിഞ്ഞത്. അന്ന് ഇവിടുത്തെ സംഘടനകൾ, മുസ്ലിം സംഘടനകളുണ്ട് ഇവിടെ. അവരെ മുന്നിലൂടെ, ഈ വീടിന്റെ മുന്നിലൂടെ ഒക്കെ അവരുടെ വാഹനങ്ങൾ, അവരുടെ ആളുകളെ വീട് തേടി പിടിച്ച് ചീറിപ്പായുന്നത് കണ്ടിട്ട് മനസ്സ് വിഷമിച്ചിട്ട് ഇതിനു വേണ്ടി സ്വന്തം പ്രയത്നത്താലെ ആയിരക്കണക്കിന് വീടുകളിലേക്ക് ഞാനിത് എടുത്തു പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം മതസൗഹാർദ്ദം ഒരിക്കലും നമ്മളെ പഠിപ്പിക്കുന്നില്ല. കംപ്ലീറ്റ് ആയി ഒറ്റ കാര്യം പറയാം. ഞാൻ എന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു പണ്ഡിതന്റെ വീട്ടിൽ ഇതുപോലെ കയറി ചെന്നപ്പോ എനിക്കറിയാത്തൊരു പ്രദേശമാണ്. തൊട്ടടുത്ത വീട്ടുകാരൻ ആരാന്ന് ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹം എടുത്തോളൂ അത് ഒരു ഹിന്ദുവിന്റെ വീടാന്ന് പറഞ്ഞു. ഞാൻ എന്റെ മനസ്സിൽ അയൽവാസി പട്ടിണി കിടക്കുമ്പം നമ്മൾ ഭ്രഷ്ടാന്ന ഭോജനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച അത് പഠിപ്പിച്ച പ്രവാചകന്റെ ചര്യ പഠിച്ച വ്യക്തി എന്നുള്ള പറഞ്ഞത് അതൊരു ഹിന്ദുവിന്റെ വീടാണ്. അപ്പൊ ഞാൻ മതസൗഹാർദ്ദമാണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹം ഹിന്ദുവിന്റെ വീടാണെന്ന് ഉദ്ദേശിച്ചത് ഏതെങ്കിലും തെറ്റായ അർത്ഥത്തിലാണെന്ന് അങ്ങക്ക് എങ്ങനെ തോന്നി? ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഇനി ഞാനൊരു ചോദ്യം ഞാൻ ചെല്ലുമ്പോൾ സ്പെസിഫിക്കലി ചോദിക്കാം, വീട് അവിടെ കയറണമെന്നില്ലാതെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഞാൻ സ്പെസിഫിക്കലി ചോദിക്കാം. താങ്കൾ തന്നെ പറഞ്ഞപ്പോ ഞാൻ അനുകൂലിക്കുകയാണ് കേട്ടോ. പോസിറ്റീവ്ലി ഹരിജൻ കോളനി എടുത്തു പറഞ്ഞില്ലേ, മനസ്സിൽ ജാതീയത ഉള്ളതുകൊണ്ടാണോ പറഞ്ഞത്? അല്ല, ആരും സഹായിക്കാനില്ല. ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ അങ്ങനെ സപ്പോർട്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയല്ല. അല്ല, ഞാൻ ചോദിച്ചതേ, ഞാൻ താങ്കളെ സപ്പോർട്ട് ചെയ്യുക. താങ്കൾ അങ്ങനെ ഹരിജൻ എടുത്തു പറഞ്ഞതിന്റെ പോസിറ്റീവ് ഉദ്ദേശം ആരും സഹായിക്കാനില്ലാത്ത, അത്തരം സമ്പത്തില്ലാത്ത നമ്മുടെ പിന്നോക്ക വിഭാഗത്തിലേക്ക് അങ്ങ് പോയി സപ്പോർട്ട് ചെയ്തു. ഹരിജൻ ഒരു മോശമായ മഹാത്മാഗാന്ധി സൃഷ്ടിച്ച വാക്കാ ഞാൻ പറഞ്ഞത്. അത് അങ്ങയുടെ നന്മയാണ്, അങ്ങ് ചെയ്തതാണ് മതസൗഹാർദ്ദം. ഇനി 2, പാണക്കാട്ടെ കുടുംബമടക്കം, അതായത് നമ്മുടെ നാട്ടിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നപ്പോഴും ഞങ്ങളുടെ 1000 പള്ളികൾ പൊളിച്ചാലും അപ്പുറത്ത് ഒരു അമ്പലം പോലും തകരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ ഉദ്ദേശശുദ്ധി നമ്മൾ ഞാൻ അതിനെ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ലേ ചെയ്യുന്നത്. താങ്കൾക്ക് കൺവിൻസിംഗ് ആകുന്ന രീതി പറയാം. ഓണം ആഘോഷിക്കാറുണ്ടോ? ഓണസദ്യ കഴിക്കാറുണ്ടോ? ഓണം ആഘോഷിക്കാറുണ്ട്. എന്റെ തൊട്ടടുത്ത വീടുകളിലൊക്കെ താങ്കൾ ചെയ്യുന്നതാണ് മതസൗഹാർദ്ദം.
താങ്കൾ ചെയ്യുന്നതാണ് മതസൗഹാർദ്ദം. ഓണം ബേസിക്കലി എന്താ? ഓണം ബേസിക്കലി എന്താ? ഓണം ബേസിക്കലി ഒരു ഹിന്ദു അല്ല, നമ്മൾ ആചാരം പരസ്പരം ചെയ്യുന്നതാണ് മതസൗഹാർദ്ദം. ആരും പറഞ്ഞില്ല. ഓണം എന്ന് പറയുന്നത് അതൊരു മതത്തിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. ഓണം കേരളീയ ആഘോഷമായിട്ടല്ല പറയുന്നത്. അല്ല, ഓണം പക്ഷെ അടിസ്ഥാനപരമായ ഒരു ഹിന്ദു ആഘോഷമല്ലേ? എല്ലാവരും അത് ഏറ്റെടുത്ത് നടത്തുന്നു. ക്രിസ്മസ് അടിസ്ഥാനപരമായ ഒരു ക്രിസ്തീയ ആഘോഷമാണ്, അത് എല്ലാവരും ഏറ്റെടുത്ത് നടത്തുന്നു. നബിദിനം കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളെങ്കിലും കാര്യമായി നമ്മളെല്ലാം, അല്ലെങ്കിൽ വ്യത്യസ്ത ഇസ്ലാമിക ഫെസ്റ്റിവൽസ് നമ്മൾ കാര്യമായി എടുത്ത് നടത്തുന്നു. ഇതാണ് മതസൗഹാർദ്ദം. അല്ല, ഒരു വീട്ടിൽ ഒരു നേരത്തെ ആഹാരം പോയി കഴിക്കും. മതം എന്ന് പറയുന്നത് വളരെ ഡീപ്പ് അല്ലേ സാർ? മതം എന്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്റെ ഉള്ളിനുള്ളിൽ ആ വിശ്വാസത്തിൽ ഒരു സാഹോദര്യം മറ്റൊരു വ്യക്തിയോട് അല്ലല്ല, അത് ഒരിക്കലും നടക്കുന്ന കാര്യമാണോ? എന്തുകൊണ്ട് പറ്റില്ല? എന്താ പറ്റാത്തെ? ഞാൻ ഇനി അടുത്ത അങ്ങേക്ക് കൺവിൻസ് ചെയ്യാവുന്ന ഒരു കാര്യം പറയാം. ഇനി മലപ്പുറത്തുകാരനാണ്ട് അറിയാമെന്നറിയില്ല. ഞങ്ങള് കഴിഞ്ഞ 1000 വർഷങ്ങളായി കോടിക്കണക്കിന് ഹിന്ദുക്കൾ ശബരിമലയിൽ തൊഴാൻ പോകുന്നതിന് മുമ്പ് ഒരു മുസ്ലിം പള്ളിയിൽ കയറി തൊഴുത് അവിടത്തെ മുസ്ലിയാരുടെ ഭസ്മം അടക്കം മേടിച്ചാ പോകുന്നത്. അവിടെ നമ്മളുടെ ആചാരങ്ങൾ കലരുന്നില്ല. ഇനി അയ്യപ്പന്റെ ഒരു വരി ആചാരത്തിന്റെ ഭാഗം അതെന്തുകൊണ്ടാ? അത് അയ്യപ്പൻ മതസൗഹാർദ്ദത്തിന്റെ പർട്ടിക്കുലറായിട്ട് ചില കാര്യങ്ങളിൽ നമ്മൾ കേരളീയ സമൂഹത്തിലുള്ള കാര്യം മാത്രം ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിലേക്ക് പള്ളിയിൽ നിന്ന് ബസ്സും വാങ്ങിയിട്ടോ അമ്പലത്തിൽ നിന്ന് ബസ്സും വാങ്ങിയിട്ടോ നമ്മുടെ മോഡൽ ഉത്തരേന്ത്യയെ കൂടെ നടപ്പാക്കാനല്ലേ നോക്കേണ്ടത്? ഉത്തരേന്ത്യ കണ്ടുപിടിക്കാനാണോ? ഇനി ഞാൻ തീർന്നില്ല. ഇനി അങ്ങനെ ഒരു ഒറ്റ വരി കൂടെ പറയാം. അപ്പുറത്ത് അയ്യപ്പന്റെ അമ്പലത്തിനുള്ളിൽ മുസ്ലിമായ വാവർക്ക്, പാത്തുമ്മയുടെ അലിയുടെ മോനായ വാവർക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ട്, നട എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതിനകത്തൊരു വിഗ്രഹമോ പ്രതിമയോ വെക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് മുസ്ലിം വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് അമ്പലത്തിനുള്ളിൽ പോലും മതസൗഹാർദ്ദം വന്നില്ലേ? ഒരു സെക്കൻഡ് താങ്കളത് കേട്ടില്ല. അത് കേട്ടില്ല. അമ്പലത്തിനുള്ളിൽ 1000 വർഷമായിട്ടൊരു നട ഓൾറെഡി ഉണ്ട്. ആ നടയ്ക്കുള്ളിൽ ഒരു വിഗ്രഹം വെക്കുന്നില്ല. അത് മുസ്ലിം സമൂഹത്തിന്റെ സ്പിരിറ്റിനെ ആദരിച്ചുകൊണ്ടാണ്. അതല്ലേ മതസൗഹാർദ്ദം? അല്ല, ഓക്കെ. അപ്പൊ ഈ മതസൗഹാർദ്ദത്തെ ഇത്രയും ഡീപ്പായിട്ട് ഒരു മുസ്ലിം പള്ളിയിൽ നിന്ന് ഭസ്മം വാങ്ങിയിട്ട് അമ്പലത്തിൽ പോകുമ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? എന്നാൽ പിന്നെ നമുക്ക് ഈ സൗഹാർദ്ദം ഒന്നും കൂടെ ഉയർത്തിയെടുക്കാം. ഒരു വിഗ്രഹം ഈ പള്ളിയിൽ വെക്കാൻ എന്തുകൊണ്ട് അവിടെ തോന്നുന്നില്ല? എന്തുകൊണ്ട് അവിടെ ഞാൻ ചോദിച്ചത് എന്തിനാ വെക്കുന്നേ? ഞങ്ങള് ഹിന്ദുക്കളിൽ പോലും വിഗ്രഹാരാധന അംഗീകരിക്കാത്ത ഗ്രൂപ്പുകളുണ്ട്. അങ്ങേക്ക് അറിയാവുന്നറിയില്ല, മുസ്ലിം പള്ളിക്കുള്ളിൽ ആന കയറി പ്രദക്ഷിണം വെക്കും. ഞങ്ങൾ ഇത്രയും ഹിന്ദു അയ്യപ്പ ഭക്തന്മാരെ സ്വീകരിക്കുന്നത് എരുമേലി പള്ളിയാണ്. ഞങ്ങൾക്ക് വേണ്ടി അവിടെ അവര് വെള്ളം തരും, ബാക്കി കാര്യങ്ങൾ തരും. ഇതൊക്കെ നമ്മുടെ മതസൗഹാർദ്ദമല്ലേ? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്റെ അമ്മ പോകാറുണ്ട്. ഞാൻ പാളയം ക്രിസ്ത്യൻ പള്ളിയുടെ മുസ്ലിം പള്ളിയുടെ അടുത്താണ് ജീവിച്ചിരുന്നത്. ആ 2 പള്ളികളിൽ നിന്നും വെള്ളം തരും, ആഹാരം തരും. വേറൊരു ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ ഞങ്ങൾ. നിങ്ങൾക്ക് ചെയ്യില്ല എന്ന് ഏതെങ്കിലും പള്ളി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇതല്ലേ മതസൗഹാർദ്ദം? അല്ല, ഓക്കെ. താങ്കളുടെ മതസൗഹാർദ്ദം വളരെ ലളിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു എന്താ പറയാ, ഒരു മുസ്ലിം വിശ്വാസം, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഒരുപക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. ഒരു മുസ്ലിം മതവിശ്വാസി, മുസ്ലിം മാത്രമല്ല, ഒരു മുസ്ലിം ആവട്ടെ, ഏത് മതമാവട്ടെ, ആ മതത്തിൽ പറയുന്ന ആചാരങ്ങൾ, ആ മതത്തിൽ പറയുന്ന കർമ്മങ്ങൾ, ആ മതത്തിലെ വിശ്വാസങ്ങൾ, അത് വളരെ ഡീപ്പായിട്ട് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആ മതവിശ്വാസിക്ക് ഈ പറയുന്ന രീതിയിൽ അവരെ മറ്റു മതസ്ഥരെ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ, ഈ മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളെ ഈ പറയുന്ന കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരാനോ, ഞങ്ങൾ തൗഹീദ് എന്ന് പറയും. തൗഹീദ് സാറിന് അറിയായിരിക്കും ഇതൊക്കെ. അപ്പൊ ഈ തൗഹീദ് എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള ആ കർമ്മങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിലേക്കൊന്നും ഈ വിശ്വാസത്തിൽ പെടാത്ത ആളുകളെ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതും കൂടി കൊണ്ടുവരുമ്പോഴല്ലേ മതവിശ്വാസമാകുന്നുള്ളൂ. ഈ തോഹീദും ഖുറാനും ഒക്കെ അറിയുന്ന മുസ്ലിം പള്ളിയിൽ നിന്നല്ലേ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നേരിടാൻ പോകുന്ന സ്ത്രീകൾക്ക് വെള്ളം കൊടുക്കുന്നത്? അതില് അത് തീർച്ചയായിട്ടും അതല്ലേ മതസൗഹാർദ്ദം? അതല്ലേ മതസൗഹാർദ്ദം? ഒരു വെയിലത്ത് ഇരുന്നു കൊണ്ട് പൊങ്കാല അതിനെ മതസൗഹാർദ്ദം
അതിനെ മതസൗഹാർദ്ദമെന്നോ മനുഷ്യ സൗഹാർദ്ദമെന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷേ തീർച്ചയായിട്ടും അത് മതസൗഹാർദ്ദമല്ലേ? ക്രിസ്ത്യൻ പള്ളിക്കോ മുസ്ലിം പള്ളിക്കോ എന്തെങ്കിലും എതിർപ്പ് തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിം പള്ളിക്കുള്ളിൽ സ്വീകരിക്കുന്നതിന് അവിടുത്തെ മുസ്ലിം പള്ളിക്കോ ഇതല്ലേ മതസൗഹാർദ്ദം? ഇനി മാനവ സൗഹാർദ്ദം എന്ന് വിളിക്കാം, ബഹുസ്വരത എന്ന് വിളിക്കാം, എന്ത് വിളിച്ചാലും അങ്ങനെ കാണാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പം നോമ്പ് മാസം വരുമ്പം നമുക്ക് ഇവിടെ ഹിന്ദു സുഹൃത്തുക്കൾ ഇവിടെ നോമ്പ് തുറ സൽക്കാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതിനൊക്കെ അപ്പുറമാണ് മതം എന്നുള്ളതാണ് ഞങ്ങളെ കൺസെപ്റ്റ്. അതായത് അപ്പൊ അതിലേക്കൊരു സൗഹാർദ്ദം കൊണ്ടുവരും. ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയിൽ പോകുന്ന ഒരാളെ ഒരിക്കലും ഒരു ജുമയ സമയത്ത് പള്ളിയുടെ മുമ്പിൽ അകത്ത് കൊണ്ടുവന്നിരുത്തി നിസ്കരിപ്പിക്കാൻ കഴിയുന്നില്ല ഒരാൾ. എനിക്ക് എന്റെ ലക്കും ദീനക്കും വലിയ ദീനല്ലേ, എനിക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. ഇനി രണ്ട്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ പടച്ചട്ട അദ്ദേഹം ഒരു ജൂതന്റെ സമീപത്തല്ലേ പണയം വെക്കുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ട് എന്താ പ്രശ്നം? മനുഷ്യബന്ധങ്ങളാണ് സാർ, അതിന് മതം വരുന്നില്ല. മനുഷ്യബന്ധമാണ്. ആ മനുഷ്യബന്ധത്തെയും മതസൗഹാർദ്ദത്തെ എന്ത് വിളിച്ചാ വ്യത്യാസമുള്ളത്? ഇനി ഒരു കാര്യം പറയാം. ഒരു ജൂതനായ ഒരു മനുഷ്യൻ ഇതുപോലെ 30 വെള്ളി കടം ചോദിച്ചിട്ട് പ്രവാചകന്റെ അടുത്ത് വന്നു. അപ്പം പ്രവാചകന്റെ കയ്യിൽ പണമില്ല, എന്റെ കയ്യിൽ 30 വെള്ളി എടുക്കാനില്ല, അതുകൊണ്ട് നീ പോയിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് പറയുന്ന പ്രവാചകന്റെ ഏറ്റവും ധനികനായ ഒരു അനുയായി ഉണ്ട്. ഈ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അടുത്ത് പോയിട്ട് മുഹമ്മദ് പറഞ്ഞു നീ പോയിട്ട് അവിടെ ഞാൻ ഈ പണം നീ ആവശ്യപ്പെട്ടോളൂ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിനക്ക് ആ പണം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അടുത്തേക്ക് ഈ ജൂതൻ പോയിട്ട് പണം ചോദിച്ചപ്പോ എത്ര 10 തവണയിലധികം, അതായത് പ്രവാചകനോ ആര് പറഞ്ഞു നിന്നോട് എന്റെ അടുത്ത് വന്ന് പണം ചോദിക്കാനെന്ന് ഉസ്മാൻ ചോദിച്ചു. 1 തവണയല്ല 2 തവണയല്ല 10-ലധികം തവണ ചോദിച്ചപ്പോ ജൂതന് ദേഷ്യം പിടിച്ചു. ജൂതൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്തേക്കല്ല പണത്തിന് വന്നത്, ഞാൻ മുഹമ്മദിന്റെ അടുത്തേക്കാണ് പണത്തിന് വേണ്ടി പോയത്. മുഹമ്മദ് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്നത്, അതുകൊണ്ട് എനിക്ക് താങ്കളെ പണം വേണ്ട, താങ്കൾ എന്നെ പരിഹസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പിണങ്ങി പോന്നു. പക്ഷെ ഉസ്മാൻ പറഞ്ഞു ഞാൻ നിന്നെ പരിഹസിച്ചതല്ല, ഞാൻ നിന്നെ കളിയാക്കിയതല്ല, ഞാൻ നിന്റെ നാക്കിൽ നിന്ന് മുഹമ്മദ് പറഞ്ഞു എന്ന് പല തവണകളായിട്ട് അത് കേൾക്കാൻ വേണ്ടിയാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. ഈ സ്തുതിക്കപ്പെട്ടവൻ എന്ന വാക്കുള്ള ആ പേര് കേൾക്കാൻ വേണ്ടിയാണ്, മുഹമ്മദ് എന്ന പേര് കേൾക്കാൻ വേണ്ടിയാണ് പല തവണകളായിട്ട് നിന്ന് ആവർത്തിച്ച് ആര് പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കുന്നത് എന്ന് ഉസ്മാൻ പറഞ്ഞു. അപ്പൊ ഈ ജൂതരുമായിട്ടും അല്ലാത്തവരുമായിട്ടും ഒക്കെ ഇതൊക്കെ മനുഷ്യബന്ധങ്ങളല്ലേ സാർ? താങ്കൾ അതിനെ ഇടതുപക്ഷ കണ്ണിലൂടെ മനുഷ്യബന്ധമെന്നോ മതസൗഹാർദ്ദമെന്നോ മനുഷ്യ സൗഹാർദ്ദമെന്നോ ബഹുസ്വരതയെന്നോ വാക്കെന്ത് വിളിച്ചാലും, ഞാൻ ചോദിച്ചതേ നമ്മൾ തമ്മിൽ ഏക അഭിപ്രായ വ്യത്യാസം പേരെന്ത് വിളിക്കണമെന്നാണല്ലോ. ആറ്റുകാലയ്ക്ക് പോകുന്ന സ്ത്രീകൾക്ക് അത് മാത്രമല്ല മതസൗഹാർദ്ദം എന്ന് പറയുമ്പോ ഈ നമ്മൾ അവിടെ തന്നെ ഒരു അന്യതാബോധം നമുക്ക് വരുന്നുണ്ട്. അതിലാണ് ക്രിട്ടിക്കൽ പോയിന്റ്. കാര്യം നമുക്കെല്ലാം വ്യത്യസ്ത ഐഡന്റിറ്റിയാണ്, നമ്മളെല്ലാരും ഒന്നല്ല, നമ്മളെല്ലാരും ഒരുമിച്ചാണ്. അവിടെയാണ് വ്യത്യാസം. ഒരു സൈഡ് അങ്ങ് ശ്രദ്ധിക്കണേ, നമ്മളെല്ലാം ഒന്നല്ല, നമ്മളെല്ലാം ഒന്നിച്ചാണ്. ഇത് രണ്ടാണ്. നമ്മളെല്ലാം ഒന്നാണ് എന്ന് പറയുന്നത് യൂണിഫോർമിറ്റി ആർഗ്യുമെന്റ് ആണ്, അഥവാ ഏകശിലാത്മക ആർഗ്യുമെന്റ്. നമ്മളെല്ലാം ഒന്നല്ല, പക്ഷെ നമ്മളെല്ലാം ഒരുമിച്ചാണ്. ഇതാണ് യൂണിറ്റി ആർഗ്യുമെന്റ്. നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഹിന്ദു കാണും, മുസ്ലിം കാണും, ക്രിസ്ത്യാനി കാണും, വിശ്വാസി കാണും, അവിശ്വാസി കാണും, ദളിതൻ കാണും, ബ്രാഹ്മണൻ കാണും, വേറൊരാൾ കാണും. ഇങ്ങനെ വ്യത്യസ്തതകളുണ്ട്. ഇതിനെ കോർത്തിടുന്ന മാലയാണ് മതസൗഹാർദ്ദം. അതിനെ മനുഷ്യ സൗഹാർദ്ദമെന്നോ ഭരണഘടനാബദ്ധമായ മതസൗഹാർദ്ദമെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. അല്ല ഓക്കെ, മതസൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യം ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പം ഒരു മതസൗഹാർദ്ദം നമുക്ക് വേണം. മുസ്ലിങ്ങളെ വിളിച്ചു, അല്ലെങ്കിൽ ഹിന്ദുക്കളെ വിളിച്ചു, എല്ലാവരും വന്നു, എല്ലാ മതക്കാരും വന്നു, അവർ തിരിച്ചുപോയി, അവരുടെ മതത്തിലേക്ക് തിരിച്ചുപോയി, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് അവർ തിരിച്ചുപോയി. അപ്പോഴും മനുഷ്യരൊന്നാകുന്നില്ല. ഈ മനുഷ്യരൊന്നാകുന്നില്ലെന്നുള്ള ആർഗ്യുമെന്റ് ഇടതുപക്ഷ ആർഗ്യുമെന്റ് ആണ്. അത് ഫാഷനബിൾ ആർഗ്യുമെന്റ് ആണ്. അതായത് അതൊരു ഫാഷനബിൾ എന്ന് പറഞ്ഞാൽ മോശം അർത്ഥത്തിലല്ല. നമ്മുടെ നാട്ടിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനും ഇല്ല. ഇപ്പൊ എന്നോട് ഇടതുപക്ഷത്തെ നമ്മളെ സുഹൃത്തുക്കൾ പറയുന്നത്, നിങ്ങൾ ഈ എല്ലാ സ്ഥലത്തും ചെന്ന് ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം ആണ്, മറ്റേ കാവി പ്ലസ് വെള്ള പ്ലസ് പച്ച എന്ന് പറയണ്ട, ഇത് നമ്മുടെ മനുഷ്യത്വത്തിന്റെ കൊടിയാന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞോ, കുഴപ്പമില്ല. പേരെന്ത് പറഞ്ഞാലും നമ്മുടെ ഇടയിൽ വിദ്വേഷം ഉണ്ടാവരുത്, അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ കോർ ഉദ്ദേശം എന്താ? അതായത് ഞാൻ ഒരു 30 സെക്കൻഡിൽ കൃത്യമായി പറയാം. ഇടതുപക്ഷക്കാർ
ഇതിനെ വിളിക്കുന്ന മതേതരത്വം എന്നാണ്. വലതുപക്ഷക്കാരനായ ഞാൻ വിളിക്കുന്നത് മതസൗഹാർദ്ദം എന്നാണ്. ഇടതുപക്ഷക്കാർ വിളിക്കുന്നത് മാനവ കാഴ്ചപ്പാടെന്നാണ്. അതായത് മനുഷ്യനാണ് നമ്മളെന്ന കാഴ്ചപ്പാടാണ്. ഞാൻ വിളിക്കുന്ന കാഴ്ചപ്പാട് ഇത് ബഹുസ്വര കാഴ്ചപ്പാടെന്നാണ്. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതകളിൽ നമ്മൾ ഒരുമിക്കുന്നു. രണ്ട് വിളിച്ചാലും കുഴപ്പമില്ല, വർഗീയതയും വിദ്വേഷവും ഇല്ലാതായാൽ മതി. ഇതില് താങ്കളിപ്പം ഖുർആനെ കുറിച്ചൊക്കെ പഠിച്ച ഒരാളായിരിക്കും. പക്ഷെ ഖുർആനില് ഈ യാ അയ്യുഹൽ മുസ്ലിമീന്നോ അല്ലെങ്കിൽ യാ അയ്യുഹൽ മുഅ്മിനീന്നോ എന്ന് പറയുന്നതിനേക്കാൾ അധികമായിട്ട് യാ അയ്യുഹൻ നാസ്, യാ മനുഷ്യ സമൂഹമേ എന്ന് കൃത്യമായിട്ട് പല തവണകളായിട്ട് വിളിക്കുന്നുണ്ട്. മനുഷ്യ സമൂഹത്തെ പല ഗോത്രങ്ങളായും പല വിവിധ വർണ്ണങ്ങളായും വിവിധ രീതിയിൽ മാറ്റിവെച്ചത് അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ തിരിച്ചറിയുമ്പോ തന്നെ നമ്മളൊക്കെ ഒന്നാണെന്ന്, അല്ലെങ്കിൽ ഞാൻ എന്റെ വാക്കുകൾ ഒറ്റ കാര്യം കൂടെ, നമ്മൾ ഈ മനുഷ്യന് എന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോ തന്നെ പിന്നെ ഒരു കുറെ അന്യതാബോധമോ കുറെ മാറ്റി നിർത്തലോ കുറെ രീതിയിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഒക്കെ അവിടെ പോയി പിന്നെ മതത്തിന് സ്ഥാനം വരുന്നില്ല. ഞാൻ മതവിശ്വാസിയാണ്, ഞാൻ തീർച്ചയായിട്ടും മുസ്ലിമാണ്, 5 നേരം പള്ളി പോകുന്നു, എന്റെ മതകർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്, ഞാൻ മതവിരോധി ഒന്നുമല്ല കേട്ടോ. ഞാനിത് പറയുമ്പോൾ സാർ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ അതിനും അപ്പുറം അപ്പോഴേ നമുക്ക് ഒരു മനുഷ്യ ജീവിയും അല്ലെങ്കിൽ മറ്റുള്ള ജീവികളിലേക്ക് നമ്മളെ ഈ കാരുണ്യമോ നമ്മളെ ദയയോ നമ്മളെ അനുകമ്പയോ എത്തുള്ളൂ. ഒരു ഒരു നല്ല പോയിന്റ് പറയട്ടെ. ഇപ്പം താങ്കൾ പറഞ്ഞതാണ് 100% ശരി. പരിശുദ്ധ ഖുറാനും നമ്മുടെ പ്രവാചകന്മാരും എല്ലാം പറയുന്നത് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമായി ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ആ തിരിച്ചറിവിന്റെ പേരാണ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൂത, പാഴ്സി അടക്കമുള്ള വിഭാഗങ്ങൾ. ഇവർക്ക് ഈ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റൂ. ഏതുപോലെ എന്ന് പറയാം, മഴവില്ലില് 7 വ്യത്യസ്ത നിറമുള്ളതുകൊണ്ടല്ലേ ഇതിന് ഭംഗി. അത് ഒരു നിറമായിരുന്നെങ്കിൽ ഈ ഭംഗി ഉണ്ടാവൂ? അതെ, നമുക്ക് ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ചുറ്റുപാടിലൊക്കെ നമുക്ക് അങ്ങനെ പറയാം. അത് എല്ലായിടത്തും ഇന്ത്യ മാത്രമല്ല, ഞാനിപ്പോ ഇസ്രായേലിൽ പോയിരുന്നു. ഇസ്രായേലിൽ പോയപ്പോ അവിടെ നമ്മുടെ നാട്ടിൽ ഈ ഓമും കുരിശും ചന്ദ്രക്കലയും വെക്കുന്നത് പോലെ അവിടെ വെച്ചിരിക്കുന്നത് ചന്ദ്രക്കലയും കുരിശും നമ്മുടെ ജൂതന്മാരുടെ മറ്റേ ഇതാണ്, മറ്റേ എന്തായിരുന്നു, വിളക്കുമാണ്. ഇത് അതായത് താങ്കൾ മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് വിശാല മാനവ കാഴ്ചപ്പാടാണ്, വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെ വിശാല മാനവ കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മറ്റുള്ളവരോട് ഈ പറയുന്ന രീതിയിലുള്ള അനുകമ്പയോ അല്ലെങ്കിൽ അത് മതത്തോടു കൂടി വന്ന പ്രശ്നമുണ്ടോ? അല്ല, ഓക്കെ, അത് മതത്തോടു കൂടി വന്ന പ്രശ്നമുണ്ടോ? നേരെ തിരിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ, മതമാണല്ലോ ബേസ്. മതം പറയുന്നു. ഞാനൊരു ഒറ്റ കാര്യം പറയട്ടെ, ഞാൻ ഒരു ഉദാഹരണം പറയാം സാറിനോട്. അതായത് രാവിലെ ഒരു വ്യക്തി, അതായത് സുലൈമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു പോയി. ഈ മരണപ്പെട്ടു പോയ വ്യക്തി അദ്ദേഹം നേരെ സ്വർഗത്തിലേക്കാണ് പോയത്. അപ്പം സ്വർഗത്തിൽ പോകുമ്പോൾ ദൈവത്തോട്, അള്ളാഹുവിനോട് ഈ സുലൈമാൻ പറഞ്ഞു, ഞാൻ എല്ലാ രാവിലെയും പ്രഭാതത്തിൽ എല്ലാവരും ഉറങ്ങുമ്പോ എഴുന്നേറ്റ് ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കാറുണ്ട്. ഒരു ദിവസം പോലും കൂട്ടുപ്രാർത്ഥന മുടങ്ങാതെ, ജമാഅത്ത് എന്ന് പറയും, കൂട്ടുപ്രാർത്ഥന മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചത് കൊണ്ടല്ലേ അള്ളാഹ് നീ എന്നെ ഈ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടത്. ഞാനേ ബാങ്ക് വിളിച്ച പള്ളിക്ക് അടുത്താണ്, ഞാൻ തിരിച്ചു വിളിക്കാം. സന്തോഷം. ഓക്കെ.